ഡിജിറ്റൽ ഇടപാടുകളുടെ ഈ യുഗത്തിൽ പലരും ഇപ്പോഴും സൗകര്യത്തിനോ അടിയന്തര സാഹചര്യങ്ങൾക്കോ വേണ്ടി വീട്ടിൽ പണം സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് എത്രമാത്രം പണം ഇന്ത്യയിൽ സൂക്ഷിക്കാമെന്നതിന് നിയമപരമായ പരിധിയുണ്ടോ? ഇന്ത്യൻ നിയമം ഒരു പ്രത്യേക പരിധി ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും വിശദീകരിക്കാത്ത വലിയ പണം കൈവശം വയ്ക്കുന്നത് നികുതി പരിശോധനയ്ക്കും കനത്ത പിഴകൾക്കും വിധേയമാകും. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സുതാര്യതയും കർശനമായ ആദായ നികുതി നിയന്ത്രണങ്ങളും ഉള്ളതിനാൽ അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിയമപരമായ ചട്ടക്കൂട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരാൾക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പണത്തിന് നിയന്ത്രണമില്ലെങ്കിലും ആദായ നികുതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ അതിന്റെ ഉപയോഗത്തെയും ഉത്തരവാദിത്തത്തെയും നിയന്ത്രിക്കുന്നു. സെക്ഷൻ 69A നികുതി ഓഡിറ്റുകളിലോ റെയ്ഡുകളിലോ കണ്ടെത്തുന്ന ഏതെങ്കിലും വിശദീകരിക്കാത്ത പണത്തെ വരുമാനമായി കണക്കാക്കുകയും സർചാർജ്, സെസ് എന്നിവയ്ക്കൊപ്പം 60% നികുതി ഈടാക്കുകയും ചെയ്യും. സെക്ഷൻ 269A ഈ നിയമം ഒരാളിൽ നിന്ന് ഒരു ദിവസം 2 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമിടപാടുകൾ നിരോധിക്കുന്നു. ഇത് ലംഘിച്ചാൽ ലഭിച്ച തുകയ്ക്ക് തുല്യമായ പിഴ ഈടാക്കും. സെക്ഷൻ 269SS 269T കള്ളപ്പണം തടയുന്നതിനായി 20,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വായ്പകളും നിക്ഷേപങ്ങളും പണമായി സ്വീകരിക്കുന്നതിനോ തിരിച്ചടിക്കുന്നതിനോ ഈ വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്നു. RBI മാനദണ്ഡങ്ങൾ അനുസരിച്ച് 50,000 രൂപയിൽ കൂടുതലുള്ള പണനിക്ഷേപങ്ങൾ ബാങ്കുകളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് സുതാര്യതയും അനുസരണവും ഉറപ്പാക്കുന്നു. വ്യക്തികൾക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് ഇന്ത്യൻ നിയമം ഒരു പ്രത്യേക പരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് EXL മാനേജർ CI ഭൂപേഷ് ജിതാനി വിശദീകരിച്ചു. നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വ്യക്തികൾ ഇവ ചെയ്യണം. ശരിയായ രേഖകൾ സൂക്ഷിക്കുക. രസീതുകൾ, പിൻവലിക്കാനുള്ള സ്ലിപ്പുകൾ, ഇടപാട് രേഖകൾ എന്നിവ സൂക്ഷിക്കുക. വലിയ പണമിടപാട് ഒഴിവാക്കുക. ഡിജിറ്റൽ പേയ്മെന്റുകൾ സുതാര്യത ഉറപ്പാക്കുകയും പിഴകൾ തടയുകയും ചെയ്യുക. സൂക്ഷ്മ പരിശോധനയ്ക്ക് തയ്യാറാകുക. ഒരു ഓഡിറ്ററിന്റെ കാര്യത്തിൽ എല്ലാ പണമിടപാടുകളും ന്യായീകരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമല്ലെങ്കിലും രേഖകളുടെ അഭാവവും വിശദീകരിക്കാത്ത സ്രോതസ്സുകളും കനത്ത പിഴകൾക്ക് ഇടയാകും. നിയമപരമായ പരിധികൾക്കുള്ളിൽ തുടരുകയും സാമ്പത്തിക സുതാര്യത നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ പണവും മനസ്സമാധാനവും സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.